ഇവളെ ഞാനിപ്പോ വിടാം. പക്ഷേ പകരം അനൂപിനെ നീ ഇനി കൊണ്ടുവന്ന് തരണം. എന്താ പറ്റോ? നിങ്ങളിങ്ങനെ പരസ്പരം നോക്കണ്ട. ഇതാണ് എന്റെ തീർപ്പ്. അവൻ ജാമ്യത്തിലിറങ്ങുന്ന അന്ന് അവനെ എനിക്ക് കൊണ്ടുതരണം. എന്താ സമ്മതമാണോ? ഇവനോട് എന്തെങ്കിലും പറഞ്ഞ് തൽക്കാലം ഇവിടുന്ന് രക്ഷപ്പെടണം. ബാക്കി കാര്യങ്ങൾ വക്കീലുമായിട്ട് ആലോചിച്ച് പിന്നീട് ചെയ്യാം. ആലോചിക്കാനൊന്നും സമയമില്ല. ഇപ്പൊ നീ അതിന് സമ്മതിച്ച ഇവളെ ഞാൻ വിടാം. ഇല്ലെങ്കിൽ ഇവളെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും. പിന്നെ നിന്റെ ഭാര്യയും നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും നീ അങ്ങ് മറന്നേക്കണം. വേണ്ട, ഞാൻ കൊണ്ടുവരാം. അനുപേട്ടനെ ഞാൻ കൊണ്ടുവരാം. സച്ചേട്ടാ, എന്താ ഈ പറയുന്നേ? അനുപേട്ടനെ ഇവർക്ക് കൊലയ്ക്ക് കൊടുക്കാനോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. പെങ്ങളെ, ഞങ്ങളൊരു പ്രശ്നം തീർക്കാൻ ശ്രമിക്കുക. ന്യായം എന്റെ പക്ഷത്താ. അനൂപിനെ എനിക്ക് വേണം. പിന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രശ്നത്തിന് ഞാൻ വരില്ല. വയ്ക്കോ, രണ്ടുപേരും ഇപ്പൊ സമാധാനമായിട്ട് വീട്ടിലേക്ക് വയ്ക്കോ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അനുപേട്ടനെ നിങ്ങൾ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. സഹോദരിക്ക് അവനോട് വലിയ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. എന്റെ ലക്ഷ്മിയെ പോലെ അവൾക്കും എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങളുടെ അച്ഛൻ മരിക്കുന്നത്. പിന്നെ അവൾക്ക് ഞാനായിരുന്നു അച്ഛൻ. അവളെന്റെ മോളായിരുന്നു. അവളെ കൊന്നവനെ ഞാൻ വെറുതെ വിടണോ? നിന്നെ എനിക്ക് വിശ്വാസ. അവൻ ജാമ്യത്തിലിറങ്ങുന്ന ദിവസം വരെ നിനക്ക് സമയമുണ്ട്. ഒന്നുകൂടി പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഞാനും എന്റെ ആളുകളും കയറിയങ്ങ് വരും നിന്റെ നെല്ലിശ്ശേരി വീട്ടിലേക്ക്. നിന്റെ കുടുംബത്തിലെ എല്ലാവരുടെ മുന്നിൽ വെച്ച് ഇവളെയും ഇവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും ഞാനങ്ങ് തീർക്കും. ഇക്കാര്യത്തില് ഇനി ഒരു സംസാരമില്ല. വയ്ക്കോ.